യേശു കർത്താവ് ഉപമകളാൽ പറയുമ്പോൾ 31-32 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഉപമ. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോടെ സദൃശം. അതൊരു മനുഷ്യൻ എടുത്ത് തൻ്റെ വയലിലിട്ടു. അതെല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറകൾ വന്നതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായിത്തീരുന്നു. അപ്പോൾ ആ കർത്താവിൻ്റെ ശക്തമായ മസാഡ്സ് നമ്മൾ ഏത് ചെറിയ ആളും ആർക്കും കർത്താവിനെ പ്രയോജനമുള്ളവരായിത്തീരാൻ, അനേകർക്ക് പ്രയോജനമുള്ളവരായിത്തീരുവാൻ, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഇഴജാതികൾക്കും എല്ലാവർക്കും, നമ്മൾ ലോകത്തിലെല്ലാവർക്കും മനുഷ്യർക്ക് സർവ്വതാ മനുഷ്യർക്ക് പ്രയോജനമുള്ളവരായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. 33-ാം വാക്യത്തിൽ കാണുന്ന അവൻ മറ്റൊരു അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. അപ്പോൾ ആ പുളിച്ച മാവാണ് കുറച്ച് മതി, പക്ഷെ മൊത്തത്തെ പുളിപ്പിക്കുന്നതാണ്. അത് കഴിഞ്ഞുള്ള ഉപമയിൽ 34 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ കൃത്യമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. 34-ാം വാക്യം, ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു, ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായി തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചു. വീട്ടിൽ വന്നു. ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു വയലുകളുടെ ഉപമ തെളിയിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. അതിനവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ, കള ദുഷ്ടൻ്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച് കൊയ്ത്ത്, ലോകാവസാനം കൊയ്യുന്നവൻ ദൂതന്മാർ, കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. അപ്പോൾ സംഭവിക്കുന്ന ആ വലിയ ഒരു കാര്യത്തെപ്പറ്റിയാണ് പറയുന്നത്. മനുഷ്യപുത്രൻ തന്നെ ദൂതന്മാരെ അയക്കും. 44-ാം വാക്യം, മനുഷ്യപുത്രൻ തന്നെ ദൂതന്മാരെ അയക്കും. അവനവനെ രാജ്യത്ത് നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീയിൽ ഇട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. 44-ാം വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്ന മറ്റൊരു കാര്യം, മറഞ്ഞിരിക്കുന്ന മർമ്മം, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. അതൊരു മനുഷ്യൻ കണ്ട മറച്ചിട്ടു, തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. അപ്പോൾ ആ നിധി ലഭിക്കുന്ന പോലാണ് മനുഷ്യനിലുള്ള കർത്താവിനെ സ്വീകരിച്ചിരിക്കുന്നവൻ. 45 മുതൽ 45-46 വാക്യങ്ങളിൽ പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. പിന്നെയും അപ്പോൾ ആ ഓരോ ഉപമകളാണ് പറയുന്നത്. 47 മുതൽ 50 വരെ വലയുടെ ഉപമയാണ് പറയുന്നത്. പിന്നെ ഈ സ്വർഗരാജ്യം കടലിലിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായൊരു വലയോട് സദൃശം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി, ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ ദുഷ്ടന്മാരെ വേർതിരിച്ചു തീച്ചുളയിലിട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സംഭവിക്കുന്ന എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഒരു നെറ്റിനകത്ത് ചേർക്കുന്ന മനുഷ്യരായി പിറന്നിട്ടുള്ള എല്ലാവർക്കും ഒരേ കർത്താവും ഒരേ ആത്മാവും ഒരേ മണവാട്ടി സഭയുടെ അംഗങ്ങളായി തീരുന്ന ആ വലിയൊരു അനുഭവമാണ് ഉണ്ടാകുന്നത്. 51-52 വാക്യങ്ങളിൽ പറയുന്നത്, ഇതെല്ലാം ഗ്രഹിച്ചോ എന്നതിന് അവർ ഉവ്വ എന്ന് പറഞ്ഞു. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്ത് കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്നാണ് പറഞ്ഞു. യേശു കർത്താവ് ഈ ഉപമകളൊക്കെ പറഞ്ഞ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തൻ്റെ പിതൃനഗരത്തിൽ വന്നു. അവരുടെ പള്ളികളിൽ അവർക്ക് ഉപദേശിച്ചു. അവിടെ സ്വന്തം സ്ഥലത്ത് യേശുവിനെ സൂക്ഷിച്ച് ആരംഭിക്കുക. 54 മുതലുള്ള വാക്യങ്ങളിൽ അവർ വിസ്മയിച്ചു. ഇവന് ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഇവൻ്റെ അമ്മ മറിയ എന്നുള്ളവരല്ലയോ?
ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നിവരല്ലയോ? ഇവൻ്റെ സഹോദരികളുമെല്ലാം നമ്മോട് കൂടെ അല്ലയോ? ഇവന് ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കിൽ ഇടറിപ്പോയി. യേശു അവരോട്, ഒരു പ്രവാചകൻ തൻ്റെ പിതൃനഗരത്തിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു. അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ല. യേശു കർത്താവ് പറഞ്ഞു, ഓരോരുത്തരുടെ വില അവരവർക്ക് മനസ്സിലാകുകയില്ലാത്തത്, സ്വന്തം ആളുകളുടെ വില മനസ്സിലാകുകയില്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യേശു കർത്താവിനും അതേ ഭാരമുണ്ടായി. അതുകൊണ്ട് ഈ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലൊന്നും പതറാതെ മുൻപോട്ട് പോകാൻ ഈ വചനങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. കർത്താവ് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവശക്തി വ്യാപരിച്ച് ദൈവകൃപയുടെ തണലിൽ ഓരോ ദിവസവും വളർന്നു വരുവാൻ സഹായിച്ചാൽ ഇത് കേൾക്കുന്ന കുടുംബങ്ങൾക്ക് പ്രത്യേക അനുഗ്രഹങ്ങൾ നീ നൽകിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിഞ്ഞു കൊള്ളണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലെസ് യു.